റിസൾട്ട് നമ്മുടെ സാധനം വരുന്നില്ല, നമുക്ക് ടൈം എടുക്കും. ഈ 90 days കംപ്ലീറ്റ് ആണൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 76 കിലോ ആക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. കറണ്ട് പോയി കാണാ. മോർണിംഗ് ഗൈസ്, സമയം 6:08. നമ്മുടെ ന്യൂ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. 31 ദിവസമാണ്. 90 ഡേയ്സിനുള്ളിൽ നമ്മുടെ ഡ്രീം ഫിസിക്ക് നമ്മൾ അച്ചീവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ തന്നെ എനിക്ക് ആൻഡ് എക്സാം വരുന്നുണ്ട്, പ്രിലിംസ് എക്സാം വരുന്നുണ്ട്, ഒരു ഫയർമാൻ എക്സാം വരുന്നുണ്ട്. അപ്പോൾ അതിനും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം. മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം വെച്ചെങ്കിൽ ഇപ്പോൾ ചെയ്യണം. ഒരു ഫസ്റ്റ് 30 ദിവസം നമ്മൾ കുറേ ടൈം വെറുതെ കളഞ്ഞു, വെറുതെ മടി പിടിച്ചിട്ട്. അപ്പോൾ ഇനിയുള്ള 60 ദിവസം നടക്കില്ല. 24/7/2026 90 ഡേയ്സ് കംപ്ലീറ്റ് ആവണത് ഏത് ജൂലൈയിൽ. ഇന്ന് മുതൽ 60 ദിവസം. അപ്പോൾ നമ്മുടെ നനഞ്ഞ കളി നടക്കില്ല. അതൊരു ക്യാമ്പ് വേണം. നനഞ്ഞ കളിയിട്ട് നടക്കാൻ പറ്റില്ല, മര്യാദയ്ക്കല്ല വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. 31 ദിവസം സ്റ്റാർട്ട് ചെയ്യാം. കാണാം. I don't know if I can find my way out. I'm stuck in a prison of doubt, in this torsion, and everything is growing up tight. There's no room to breathe, and nobody is watching at night. I wanna rise up. Need a friend to shake me out again. Need a friend to shake me out again. I don't know if I can find my way out. In this torsion,
ഹായ് ഗായ്സ്, സമയം 9:01. ഭയങ്കര ഹാപ്പി ഫീലിംഗ്. മുൻപ് നമ്മളൊരു ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 4-5 ദിവസം ഭയങ്കര ഒരു വേറെ ഫീൽ ഉണ്ടായിരുന്നു. എന്തോ നമ്മൾ അച്ചീവ് ചെയ്ത പോലെ ഒരു ഭയങ്കരமான ഒരു ഹാപ്പിനെസ് സംഭവം. അതാണ് എനിക്ക് കുറെ നാൾക്ക് ശേഷം വീണ്ടും വന്നു. ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തു പ്രോപ്പറായിട്ട്, അതേപോലെ സെക്കൻഡ് ഡേ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. ഇന്ന് 2 ദിവസമായിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫീൽ ലൈക്ക് സോ ഗുഡ്. അപ്പോ അടിപൊളിയായിട്ട് പോണു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ 60 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡ്രീം ഫിസിക്കും നമ്മുടെ സ്റ്റഡി സെക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും എനിക്ക് തോന്നുന്നു. ഇതേപോലെ തന്നെ കുഴപ്പമില്ലാതെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇന്നത്തെ സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. നമ്മള് സമയം 9:11. ഹായ് ഗൈസ്, സമയം ഇപ്പോൾ 10 മണിയാവാറ്. നമ്മുടെ ഡേ 33 ആണ്. ഒന്നുമില്ല, ഇന്നലെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കുണ്ടായി. പിന്നെ ഓൾറെഡി ലീവ് ആയതുകൊണ്ട് അവിടെ തന്നെ കിടന്നുറങ്ങി. സ്ലീപ്പ് കൊളാപ്സ് ആയി. അതാണ് മെയിനായിട്ട്. അല്ലേ, നമ്മളൊരു 11 മണിയാകുമ്പോൾ കിടന്നില്ലെങ്കിൽ നമുക്ക് 6 മണിയാകുമ്പോൾ എഴുന്നേക്കാൻ പറ്റില്ല. സംഭവം നമ്മൾ എഴുന്നേക്കും, കണ്ണൊക്കെ തുറക്കും, പക്ഷെ റിക്കവർ ആവണ്ടേ, ബോഡി റിക്കവർ ആവണ്ടേ. അപ്പോൾ അവിടെ തന്നെ കിടന്നു. പിന്നെ ഒന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ടൈം എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നോക്കാം. കുറച്ച് നേരം വഴി 10 മണിക്കായി. ഇനിയിപ്പോൾ 1 മണിക്കൂർ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട്. ഹായ് ഗായ്സ്, നമ്മുടെ ഡേ 33. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റൊട്ടീൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ്. ഇന്നത് കൊളാപ്സ് ആയി. 2 ദിവസം നമ്മൾ പക്കേഡ് ചെയ്തു. നോർമലി നമ്മുടെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതേ സംഭവം തന്നെ വീണ്ടും ഉണ്ടായി. അതിന്റെ മെയിൻ റീസൺ 2 റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് കൊളാപ്സ് ആയി. 1 മണിക്കായി ഇന്നലെ കിടക്കാൻ. എന്ത് സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറക്കം പക്ക ആയിട്ടില്ല വെച്ചെങ്കിൽ തീർന്നു. അതാണ് എനിക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ മാസ്ട്രുബേഷൻ, അത് ഫോൺ മാസ്ട്രുബേഷൻ. കിടക്കുന്ന സമയത്ത് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് മാസ്ട്രുബേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ കാലത്ത് എഴുന്നേക്കാനുള്ള ഒരു മടി ഉണ്ടാവും. ആ സാധനം എടുത്ത് കളയേണ്ടി വരും. അപ്പോ ഒരു കാര്യം ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ ഈ 2 സംഭവം ആദ്യം ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ നമ്മൾക്ക് എപ്പോഴും 2 ഓപ്ഷൻ ഉണ്ടാവും. ഇന്ന് ഞാൻ കുറച്ച് ജങ്ക് ഫുഡ് കഴിച്ചു, കാലത്ത് എഴുന്നേറ്റിട്ട് നമ്മുടെ ഡയറ്റ് ഇല്ലാത്ത ഫുഡ് കുറച്ച് കഴിച്ചു. അതേപോലെ തന്നെ നല്ല രീതിയിൽ ക്രേവിങ്സ് വന്നു. അപ്പോൾ 2 ദിവസം നമ്മൾ പക്കയായിട്ട് ഡയറ്റ് ഒക്കെ എടുത്തപ്പോൾ പെട്ടെന്ന് സ്വീറ്റ്സ് കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ വന്നു. അത് കഴിക്കുകയും ചെയ്തു. കുറച്ച് ഓവർ ലോഡാണ് വയറ്റിൽ ഇപ്പോൾ ഫുഡ്. അപ്പൊ നമുക്കൊരു ഗോൾ ഉണ്ട് വെച്ചിങ്ങനെ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അത് സാക്രിഫൈസ് ചെയ്താലാണ് നമുക്ക് നടക്കുള്ളൂ. നമ്മുടെ ഇഷ്ടമുള്ള ഫുഡുമായിട്ട് കഴിച്ചിട്ട് എങ്ങനെയാലും ജീവിച്ചിട്ട് സന്തോഷിച്ച് ജീവിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ ഹെൽത്ത് നോക്കണ ഫുഡ് ചൂസ് ചെയ്തിട്ട്, ഹെൽത്ത് നോക്കണ ഫുഡ് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. ഹെൽത്ത് നോക്കണ ഫുഡ് കഴിച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ട് ഇരിക്കാം. ഈ 2 ഓപ്ഷനാണുള്ളത്. എല്ലാറ്റിലും അത് തന്നെയാണ്. പഠിക്കാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും എപ്പോഴും 2 ഓപ്ഷൻ ഉണ്ട്. പഠിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഡെയിലി 1 മണിക്കൂറോളം ഇരുന്ന് പഠിക്കണം. അപ്പൊ ആ സമയം നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം പോയിട്ട് എൻജോയ് ചെയ്യാം, പുറത്ത് പോയിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ വീഡിയോ ഗെയിം കളിക്കാം, വട്ടവർ സിനിമ കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ട് 4 മണിക്കൂർ ഇരുന്ന് പഠിക്കണം. അപ്പോ എന്തെങ്കിലും നേടണം വെച്ചെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഫുഡി മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഡയറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കി തുടങ്ങി. പഴംപൊരി എന്ന് പറഞ്ഞ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡെയിലി കഴിക്കുന്ന സാധനമാണ് പഴംപൊരി. അത് ഞാൻ മെല്ലെ ഒഴിവാക്കി. അതുപോലെ തന്നെ ബ്രൂ കോഫി എന്ന് പറഞ്ഞു വെച്ചാൽ പാലുള്ള കോഫി, പാൽ ഒഴിവാക്കി. ഇപ്പൊ ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത്.
അങ്ങനെ പല സംഭവം ഒഴിവാക്കി. പുറത്തുനിന്നുള്ള ഫുഡൊക്കെ വല്ലപ്പോഴും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷെ റിസൾട്ട് നമ്മുടെ സാധനം വരുന്നില്ല. നമുക്ക് ടൈം എടുക്കും. ഈ 90 days കംപ്ലീറ്റ് ആവണൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 76 കിലോ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കറണ്ട് പോയി കാണാ. ഇതാണ് വീഡിയോ ഷൂട്ടിനിടയിൽ കറണ്ട് പോയിട്ടാണ് സംഭവം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ ചെറുതായിട്ടൊന്ന് 33 ദിവസം നമ്മുടെ വീണ്ടും വർക്കൗട്ട് ചെയ്തിട്ടില്ല. നേരമീട്ട് എഴുന്നേറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു, ബുക്ക് വായിച്ചു, ജസ്റ്റ് മെഡിറ്റേഷൻ സ്ട്രെച്ചിങ് കഴിഞ്ഞ് നിർത്തി സ്റ്റോപ്പ് ചെയ്തു. ഈവനിങ് കളിക്കാൻ പോകാൻ പറ്റിയില്ല. ബാഡ്മിന്റൺ സംഭവം കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കാർഡിയോ പോലെ ഉച്ചയായിട്ട് ഇത് പഠിക്കാനും പറ്റിയില്ല. പഠിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സംഭവം പൊട്ടി. ഡയറ്റ് പൊട്ടി, വർക്കൗട്ടും പൊട്ടി. മോർണിംഗ് റുട്ടീൻ തകർന്നപ്പോൾ ഈവനിങ് റുട്ടീനും അതേപോലെ മൈൻഡ് വിട്ടു. അപ്പോൾ ഈവനിങ് റുട്ടീനും മോർണിംഗ് റുട്ടീൻ പക്കയാവണം വെച്ചെങ്കിൽ നമ്മൾ ഉറക്കം കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം. മോർണിംഗ് റുട്ടീൻ പക്കയാണെന്ന് വെച്ചെങ്കിൽ ഈവനിങ് റുട്ടീനും അതേ ഫ്ലോയിൽ കിട്ടും. ഇത് ഇത്ര ദിവസത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയണം. ഓരോന്നും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഗതി മനസ്സിലാവുന്നത്. മോർണിംഗ് റുട്ടീൻ ഇന്ന് ബ്രേക്കായി. അതേപോലെ തന്നെ മോർണിംഗ് റുട്ടീൻ ബ്രേക്ക് ആവാൻ കാരണം ഉറക്കമാണ്. ഉറക്കം മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മോർണിംഗ് റുട്ടീൻ ഒക്കെ ആയിട്ട് പോകണം. അതിനിടയിൽ മോർണിംഗ് റുട്ടീൻ കൂട്ടിയപ്പോൾ തന്നെ ജങ്ക് ഫുഡ് കഴിക്കാനുള്ളൊരു മെന്റാലിറ്റി വന്നു. കാരണം ഇന്ന് കാര്യങ്ങളൊന്നും വിചാരിച്ച കാര്യം നടന്നിട്ടില്ല, ആ ഫ്ലോ അപ്പ് ആയില്ല. അതേപോലെ തന്നെ ഈവനിങ് റുട്ടീനും ഇന്ന് എന്തായാലും കാലത്തും ചെയ്തിട്ടില്ല, ഡയറ്റും പൊട്ടിയപ്പോൾ ഈവനിങ് ചെയ്യേണ്ടെന്നുള്ള മൈൻഡ് വന്നു. 60 ദിവസം ഇപ്പോൾ 90 ദിവസം കംപ്ലീറ്റ് ആകുമ്പോൾ സംഭവം നമ്മൾ ചെയ്തിരിക്കും. എന്തൊക്കെ വന്നാലും അത് തന്നെയാണ് ഇപ്പോൾ കറണ്ട് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവം ഉണ്ടാവും. നമ്മൾ ഓവറായിട്ട് എന്താ പറയുക ചിന്തിച്ച് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ചെയ്യും ചെയ്യാതെ എവിടെ പോകാൻ സെറ്റാക്കാം നമ്മൾ.